വെൽക്കം ബാക്ക് ടു ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗൂഗിൾ ഷീറ്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അതായത് ഗൂഗിൾ ഷീറ്റ്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലെ ബേസിക് ആയിട്ടുള്ള എഡിറ്റ്സ് എങ്ങനെ ചെയ്യാം, അതെല്ലാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മൾ ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണോ ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മെയിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ആപ്സ് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ആപ്സിൽ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വേറൊരു ടാബിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ് ഗൂഗിൾ ഷീറ്റ്സിൻ്റെ. ഗൂഗിൾ ഷീറ്റ്സിൻ്റെ ഈ ഒരു ടാബിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് കാണാം. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ വർക്ക് ചെയ്യാം. അതല്ല ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുത്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ഗൂഗിൾ ഷീറ്റിൻ്റെ നെയിം എന്ന് ഇവിടെ കിടക്കുന്നത് അൺടൈറ്റിൽ സ്പ്രെഡ്ഷീറ്റ് എന്നാണ്. നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനത് അറ്റൻഡൻസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാണ്. അത് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കൊണ്ടിരിക്കും. അത് സേവ് ആവുന്നത് ഡ്രൈവിലേക്കാണ് സേവ് ആവുക. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്താലും ഡ്രൈവിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സിൽ നിന്ന് ആക്സസ് ഉണ്ടായിരിക്കും. ഇനി കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറയാം. ഗൂഗിൾ ഷീറ്റിൽ സെൽസ് A1 2 3 അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതിൽ കോളംസ് എല്ലാം ABC, അതായത് ആൽഫബറ്റിക്കലി ആണ് കോളംസ് ഡിനോട്ട് ചെയ്യുക. റോസ് 1 2 3 ന്യൂമറിക്കലി ആണ് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് നെയിംസൊക്കെ ടൈപ്പ് ചെയ്യാം. അറ്റൻഡൻസ് ഓരോ ഡേയ്സ് ആക്കി ഞാൻ ടൈപ്പ് ചെയ്യാണ്. 45 ഡേയ്സ് വരെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നെയിംസിൽ കുറച്ച് ജസ്റ്റ് ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പ്രസൻറ്റ് മാർക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് P മാർക്ക് ചെയ്യാം. പക്ഷേ ഈ എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ഡേയിൽ പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ടിൽ ഇതെല്ലാം ഓട്ടോ ഫില്ല് ചെയ്യാം. ഈ ഒരു സെല്ലിൻ്റെ തുമ്പിൽ നമ്മളിവിടെ നമ്മുടെ കേഴ്സർ കൊണ്ട് വെച്ച് ഒരു പ്ലസ് സൈൻ വരും. അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഈ എല്ലാ സെൽസും ഓട്ടോ ഫിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടാണ് വേണ്ടതെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നീക്കാം. ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെയും അങ്ങനെ വരാം. ജസ്റ്റ് എഗെയിൻ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ ഓട്ടോ ഫിൽ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അലൈൻമെൻറ്റിൻ്റെ ഒരു ഹൊറിസോണ്ടൽ അലൈൻ അങ്ങനെ കാണാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ അലൈനിലാണ് നിൽക്കണത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ സെൻട്രൽ അലൈൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ എപ്പോഴും മൗസിനേക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഗൂഗിൾ ഷീറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ Ctrl+A സെലക്ട് ചെയ്താൽ ഫുൾ സെലക്ട് ആവും. നമ്മൾ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് എടുത്ത് സെൻറ്ററിലേക്ക് ആക്കി കഴിഞ്ഞാൽ എല്ലാം സെൻറ്റർ അലൈൻഡ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കോളം ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ പോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ എൻഡിൽ വെച്ച് സെലക്ട് ചെയ്യുന്നില്ല, സാധാരണ സെലക്ട് ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് അടിക്കാം, കോപ്പി കൊടുക്കാം, അല്ലെങ്കിൽ Ctrl+C കൊടുക്കാം. അപ്പോൾ അത് ഷോർട്ട് കട്ട്സിനേക്കാളും എളുപ്പം ഇതാണെന്നുണ്ടെങ്കിൽ കോപ്പി കൊടുക്കാം. നെക്സ്റ്റ് എവിടെയാണോ നമുക്ക് അത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് മൗസ് യൂസ് ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. കീബോർഡ് യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ Ctrl+V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഓൾറെഡി പേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടി എളുപ്പത്തിൽ ഞാൻ എങ്ങനെയാണ് ഫ്രീസ് ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മുടെ കഴ്സർ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Ctrl+A അടിക്കുമ്പോൾ എല്ലാം സെലക്ട് ആവുമെന്ന് പറഞ്ഞു. ഇനി എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താലും എല്ലാം സെലക്ട് ആവുന്നതാണ്. ഇനി നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ഒരു എളുപ്പം വഴി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കഴ്സർ കൊണ്ട് ഇവിടെ വയ്ക്കുക. ഒരു റോ ആണ് നമുക്ക് ഫ്രീസ് ചെയ്യേണ്ടതെങ്കിൽ റോൻ്റെ താഴെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു നീല ഹൈലൈറ്റർ കാണും. അവിടെ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് ഒരു ഹാൻഡിൻ്റെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റോ ആണ് നമുക്ക് ഫ്രീസ് ചെയ്യണമെങ്കിൽ ഒരു റോ, സെക്കൻഡ് റോ ആണെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ റോ ഫ്രീസ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 1 റോ, അതായത് 1 എന്നുള്ളൊരു റോ ഇവിടെ ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി
എ എന്നുള്ള കോളമാണ് ഫ്രീസ് ചെയ്യണതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഫ്രീസ് ആവും. ഇനി ഇടയിലുള്ള കോളംസ് നമുക്ക് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് ആ പാത്തിലൂടെ പോയാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് രണ്ടും അൺഫ്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്യുന്നത് നമുക്ക് അൺഡു ചെയ്ത് കഴിഞ്ഞാൽ അത് മാറാം. അല്ലെങ്കിൽ അൺഫ്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെയും വ്യൂ, ഫ്രീസ്, നോ റോസ്, നോ കോളംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് ഫോളോ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഒരു റോ ആഡ് ചെയ്യുക? റോ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ 2 കഴിഞ്ഞിട്ട് നമുക്ക് അതായത് എ കഴിഞ്ഞിട്ട് നമുക്കൊരു റോ ആഡ് ചെയ്യണം. ബിലോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് 1 എബവ് അല്ലെങ്കിൽ ഇൻസേർട്ട് 1 ബിലോ, ഡിലീറ്റ് റോ, ക്ലിയർ റോ, ഹൈഡ് റോ, റീസൈസ് റോ, അങ്ങനെ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും ഉണ്ട്. മുകളിലാണ് നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് 1 എബവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എയുടെ മുകളിൽ ഒരു റോ ക്രിയേറ്റ് ആയി. ഇനി എഗെയിൻ നമ്മൾ ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നമ്പറിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ 3ലാണ് നമ്മൾ എയുടെ താഴെയാണ് ഇനി റോ വേണ്ടതെങ്കിൽ നമ്മൾ ഈ നമ്പറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 3ൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇൻസേർട്ട് 1 ബിലോ, അപ്പോൾ നമുക്ക് താഴെ റോ ക്രിയേറ്റ് ആയി. ഇനി എങ്ങനെയാണ് ഒരു കോളം ഇൻക്ലൂഡ് ചെയ്യുക? കോളം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ കോളത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡി ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡി ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് 1 ലെഫ്റ്റിലേക്ക്, ഇൻസേർട്ട് 1 റൈറ്റ്, ഡിലീറ്റ് കോളം. അങ്ങനെ നേരത്തെ റോ ചെയ്ത പോലെ തന്നെ സെയിം തന്നെയാണ്. ഇൻസേർട്ട് 1 ലെഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കോളം ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കോളംസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ കോളം സെലക്ട് ചെയ്തു. ഇനി മൾട്ടിപ്പിൾ കോളം സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോളം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ കീ, ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് റൈറ്റ് ക്ലിക്ക് കൊടുക്കും. നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ട് 3 ലെഫ്റ്റ്, ഇൻസേർട്ട് 3 റൈറ്റ് എന്നൊക്കെ. അപ്പോൾ ഇൻസേർട്ട് 3 ലെഫ്റ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോളംസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 കോളംസ് ഇൻസേർട്ട് ആവും. അപ്പോൾ ഇങ്ങനെയാണ് റോം കോളം ഇൻസേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബോർഡേഴ്സ് എങ്ങനെയാണ് കൊടുക്കുക. ബോർഡേഴ്സ് ഇതിന് ഫുൾ നമ്മൾ ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഫുള്ള് സെലക്ട് ചെയ്യുക. ഇവിടെ ബോർഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് ബോർഡർ വേണം? ഓൾ ബോർഡേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇന്നർ ബോർഡേഴ്സ് വേണോ, ഹൊറിസോണ്ടൽ ബോർഡേഴ്സ് വേണോ, വെർട്ടിക്കൽ ബോർഡേഴ്സ് ആണോ, അതോ ഔട്ട്ലൈൻ? അങ്ങനെയാണെങ്കിൽ ഏത് ബോർഡർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ബോർഡേഡ് ആയിട്ടുണ്ട്. നമ്മുടെ കോളം എല്ലാം ബോർഡേഡ് ആയി. ഇനി ഈ ഷീറ്റ്സ് ഫുള്ളും നമുക്ക് ബോർഡർ ചെയ്യണമെങ്കിൽ ഫുൾ സെലക്ട് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബോർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ബോർഡർ ആണെങ്കിൽ എല്ലാ സെൽസും ബോർഡേഡ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കട്ട്, പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം? ഇനി നമുക്കിപ്പോൾ ഗൂഗിൾ ഷീറ്റിലെ ഷോർട്ട് കട്ട്സുകൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഹെൽപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ഇവിടെ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കുമുള്ള ഷോർട്ട് കട്ട് കീസ്. ഇപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ Ctrl+X, കോപ്പി ആണെങ്കിൽ Ctrl+C, അല്ലെങ്കിൽ Ctrl+ ഇൻസേർട്ട്. അങ്ങനെ ഓരോ സെക്ഷൻസിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് നമുക്ക് കാണാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഷോർട്ട് കട്ട്സ് പഠിക്കാവുന്നതാണ്. അപ്പോൾ മൗസ് ഉപയോഗിക്കാതെ ഈസിയായി നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഗൂഗിൾ ഷീറ്റ്സ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ബോൾഡ് ചെയ്യുക, ഇറ്റാലിക്സിലാക്കുക, അതൊക്കെ സാധാരണ ബേസിക് ഇൻഫോർമേഷൻസ് ആണ്. ഇപ്പോൾ ഈ നെയിംസ് ഞാൻ ഒന്ന് ബോൾഡ് ചെയ്യണമെങ്കിൽ നെയിംസ് ക്ലിക്ക് ചെയ്യുക, ബോൾഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ആവും, ഇറ്റാലിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിക്സ് ആവും. കളർ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് കളർ ചേഞ്ച് ചെയ്യാം. ഇനി ഫിൽ കളർ ആണെങ്കിൽ ഈ ഒരു കളർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോ കളർ ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു റോ ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, റോ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ കെ വരെ ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് കളർ ഫില്ലാണ് വേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഒരു റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് റെഡായിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള കളർ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. ഇനി
ഓരോ ഷീറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഷീറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷീറ്റ് 1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എഗെയിൻ നമുക്ക് വേറൊരു ഷീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷീറ്റ് 2 ആയിട്ടുണ്ട്. ഇനി ഷീറ്റ് 3 വേണമെന്നുണ്ടെങ്കിൽ ഷീറ്റ് 3 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ചെയ്യും. ഇനി ഏത് ഷീറ്റ്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ ഷീറ്റ്സ് ഉണ്ടാക്കി അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾ ഷീറ്റ്സ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഷീറ്റ്സ് ഉണ്ടോ അത്രയും ലിസ്റ്റ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ ഏത് ഷീറ്റ്സ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോകുന്നതാണ്. ഇനി നമുക്ക് ഷീറ്റ്സിനെ വേണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, റീനെയിം കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നെയിം കൊടുക്കാം. ഞാൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷീറ്റ് 2 ഞാൻ റീനെയിം ചെയ്ത് 2 കൊടുത്തു. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നെയിം പ്രൊവൈഡ് ചെയ്യാം. ഇനി ഇതുപോലെ കളറും ഷീറ്റ്സിൻ്റെ കളേഴ്സ് നമുക്ക് മാറ്റാം. ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ ചേഞ്ച് കളർ ഉണ്ട്. ചേഞ്ച് കളറിൽ നമുക്ക് ഏത് കളർ, ഇപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യാണ്. ഇനി 2ന് ഞങ്ങൾ 2ൻ്റെ കളർ മാറ്റണമെങ്കിൽ എഗെയിൻ അത് തന്നെ ചേഞ്ച് കളറ് ഈ ഒരു കളർ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ ഷീറ്റ് 1 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നെയിംസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിഫോൾട്ട് ഫോണ്ട് ഓൾറെഡി കിടപ്പുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഫോണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഫോണ്ടിനനുസരിച്ച് മാറും. പിന്നെ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി കുറേ നെയിംസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഡാറ്റാസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സൂം ചെയ്യാം. ഈ 100% നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 200 ഒക്കെയാണ് നമുക്ക് ഇത്രയും സൂമിങ് വരെ കിട്ടും. സാധാരണ നോർമലി 100ലാണ് കിടക്കാറ്. നെക്സ്റ്റ് എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ നെയിംസ് നമ്മൾ ടൈപ്പ് ചെയ്തത് സെലക്ട് ചെയ്യാണ്. അതിൽ ഡാറ്റ ക്ലിക്ക് ചെയ്യുക. അതിൽ സോർട്ട് ഷീറ്റ് ബൈ കോളം എ ടു സെഡ്, സോർട്ട് ഷീറ്റ് ബൈ കോളം എ സെഡ് ടു എ. അങ്ങനെ കോളം എ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അതല്ല നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള റേഞ്ച് മാത്രമാണ് വേണ്ടതെങ്കിൽ സോർട്ട് റേഞ്ച് ബൈ കോളം എ ടു സെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെയിംസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമുക്കൊരു കോളം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സി കോളം ഇപ്പുറത്തോട്ട് മൂവ് ആയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഗൂഗിൾ ഷീറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.